അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തൻ്റെ മരുമകനെ വെടിവെച്ച് കൊന്നു. ചണ്ഡീഗഡിൽ ആണ് ഈ സംഭവം ഉണ്ടായത്, പഞ്ചാബിൽ. അവിടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസായി ജോലി ചെയ്യുന്ന മൽവീന്ദർ സിംഗ് സന്ധു, അദ്ദേഹത്തിൻ്റെ മകള് കല്യാണം കഴിച്ചിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളാണ്. അദ്ദേഹം കൺട്രോളർ ഓഫ് അക്കൗണ്ട്സ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡൽഹിയിലാണ് ജോലി. ഏതായാലും മകളും മരുമകനുമായിട്ട് തെറ്റി. അമിനോജ് കൗർ എന്ന മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ ഹർപ്രീത് സിംഗ് എന്ന ഓൾ ഇന്ത്യ സർവീസുകാരനാണ്. കുറേ നാളുകളായി ഇവർ തമ്മിൽ തെറ്റലാണ്. അതിന് ഫാമിലി കോടതി കേസാണ്. ഏതായാലും കേസ് കൊടുത്തതിന് ശേഷം പല ചർച്ചകളും വന്നു. ഫാമിലി കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം മീഡിയേറ്റർ മുമ്പിൽ ആയി. രണ്ടു കൂട്ടരും അവിടെ 1-2 ചർച്ചകൾ കഴിഞ്ഞു. അമ്മായിപ്പനായ AIG അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അദ്ദേഹം റിട്ടയർ ചെയ്തതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ നവംബർ 2023 അദ്ദേഹം മൽവീന്ദർ സിംഗ് സന്ധുവിനെ സർക്കാർ കൈക്കൂലിക്ക് പിടിച്ചു. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കൈക്കൂലിക്ക് പിടിക്കുന്നത്. ബലമായിട്ട് അങ്ങേര് കൈക്കൂലി ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജാമ്യത്തിന് പോന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ മരുമകനാണ് ഇത് ചെയ്യിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മകളിൽ ആയിട്ടുള്ള കേസുകൾ ഡൽഹിയിലെ ഈ കൺട്രോൾ ഓഫ് അക്കൗണ്ട്സ് അഗ്രികൾച്ചർ, അദ്ദേഹം മരുമകൻ ഹാജരായി മീഡിയ സെൻറ്ററിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് ഫാദർ-ലോ മരുമകനുമായിട്ട് സൗഹൃദത്തിലായി ഒത്തീർപ്പാകും എന്നൊക്കെയാണ് കരുതിയത്. ആ രീതിയിലുള്ള ചർച്ചകൾ ഫാമിലി കോടതിയുടെ അവിടുത്തെ മീഡിയ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് AIG തൻ്റെ മരുമകനെടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുക. അതുവരെ വലിയ സൗഹാർദ്ദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു സംശയം ആർക്കും തോന്നുന്നില്ല. ഏതായാലും സെറ്റിലാകുകയാണ് പ്രശ്നം എന്ന് മരുമകന് തോന്നിയിട്ടുണ്ടാവും. ഹർപ്രീത് സിംഗ് തൻ്റെ അമ്മായിപ്പനായ മൽവീന്ദർ സിംഗ് സന്ധുവിനെ യാതൊരു വിധത്തിലും സംശയിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം വിളിച്ചു, ഒരു പ്രൈവറ്റായിട്ട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒത്തീർപ്പാകുകയാണല്ലോ, വെളിയിൽ വരാൻ പറഞ്ഞു. ആ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും വെളിയിലിറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു ബാത്റൂമിൻ്റെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. അവിടെ വെച്ച് തോക്കെടുത്ത് ഈ മരുമകനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പെട്ടെന്ന് ആൾക്കാരെല്ലാം ഓടി വെടിശബ്ദം കേട്ടിട്ട് എല്ലാവരും കൂടെ വന്നപ്പം തറയിൽ കിടക്കുന്ന മരുമകനെയാണ് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ മരണപ്പെട്ടു. എന്തിനാണ് അമ്മായിപ്പൻ ഇത് ചെയ്ത് എന്ന് വ്യക്തമാകുന്നില്ല. പക്ഷേ അമ്മായിപ്പനാണ് മരുമകനെ കൊന്ന്, അതിന് യാതൊരു സംശയമില്ല. അയാളെ അറസ്റ്റ് ചെയ്തു. മകളുടെ പ്രശ്നത്തിൽ മനം നൊന്തായിരിക്കാം ഇത് ചെയ്ത് എന്ന് കരുതുന്നുണ്ടാവാം. പക്ഷെ അതൊരു ഒത്തീർപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ എന്തുകൊണ്ട് മരുമകനെ ഓൾ ഇന്ത്യ സർവീസുകാരനെ വെടിവെച്ച് കൊന്നു? അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, കാരണം അദ്ദേഹം AIG ആയിരുന്ന സമയത്ത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഒരു ബിസിനസ് കേസിനകത്ത് കുരുക്കി. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ജാമ്യത്തിലിറങ്ങി. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വർഷങ്ങളോളം എടുക്കും. കാരണം ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകാതെയൊന്നും പെൻഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മിനിമം പെൻഷൻ ചിലപ്പം ലഭിച്ചെന്ന് വരും. ഈ ഒരു കാര്യം, ഈ ഒരു സംഭവത്തോടു കൂടി തൻ്റെ മരുമകനായിരിക്കണം ഇതിൻ്റെ പിന്നിലെ ഈ ഫാഗൻറ്റിലെ അവസാന കാലഘട്ടത്തിലെ അവസാന ദിവസം ഇങ്ങനൊരു ചതി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യാൻ നവംബർ മാസം 23 ആണ് 2023 നവംബറിലാണ് ഈ പിടുത്തം ഉണ്ടായത്. ഒരു 3-4 മാസം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർമെൻ്റാണ്. അതിനു മുമ്പ് മരുമകൻ ഒരു പാഠം പഠിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കേസിനകത്ത് പ്രതിയാകാൻ വന്നത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം കൂടെ ചേർന്ന് ഇത് ഒത്തീർപ്പിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഫാമിലി കോടതിയിൽ ചർച്ചയ്ക്ക് വിളിച്ചത്. 2 കൂട്ടരും വലിയ ലോകത്തിൽ ചർച്ചയ്ക്കിരുന്നു. ഇത് പ്രശ്നം തീരുമെന്നാണ് ഓൾ ഇന്ത്യ സർവീസുകാരൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലാൻ തന്നെയായിരുന്നു ഈ ചണ്ഡീഗഡിലുള്ള പഞ്ചാബിലുള്ള ഈ AIGയുടെ ശ്രമം. അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു, വൈരാഗ്യം തീർത്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.